സംഘപരിവാർ അജണ്ടയും CPIM BJP ഡീലുമെല്ലാമായിരുന്നു അന്ന് PM ശ്രീയിലെ LDF സർക്കാരിന്റെ ഒപ്പുവയ്ക്കൽ. ഇന്ന് നിർബന്ധിച്ച് ഒപ്പിടേണ്ടി വന്നതായി. വെറുമൊരു എംബ്ലം മാത്രം ലൈഫ് വീടുകളിൽ ലോഗോ വെക്കുന്നതിൽ എന്ത് തെറ്റ്? മദ്യവർജനവും മദ്യനിരോധനവുമാണ് ഞങ്ങളുടെ മദ്യനയം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കോൺഗ്രസ് അധികാരത്തിലേറിയപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നു. മദ്യപരോടുള്ള കരുതൽ മാത്രം. LDFന് പണം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമായ ഊരാളുങ്കൽ ഇപ്പോൾ നിലവാരമുള്ള പ്രവർത്തനം നടത്തുന്ന മാതൃകാപരമായ സ്ഥാപനമായി മാറി. PM ശ്രീ ലൈഫിലെ ലോഗോ, മദ്യനയം, ഊരാളുങ്കൽ, ഇങ്ങനെ പഴയ വിമർശനങ്ങളിൽ നിന്ന് UDF ടേൺ അടിക്കുന്നോ എന്ന് നമ്മൾ കോഴിക്കോടുള്ള ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. ഒരു കാലത്ത് അന്നത്തെ സർക്കാരായിരുന്ന LDFനെതിരെ UDF ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളായിരുന്നു PM ശ്രീ ലൈഫ് മിഷൻ ലോഗോ, മദ്യനയം, അതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റി ആരോപണം. പുതിയ സർക്കാർ, അതായത് UDF സർക്കാർ ഭരണത്തിലേറി നാളുകൾ പിന്നിടുമ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം അല്പം പിൻവാങ്ങിയതായാണ് പൊതുജനങ്ങൾക്കിടയിലുള്ള സംസാരം. ശരിക്കും പുതിയ സർക്കാർ ഈ വിഷയങ്ങളിലെല്ലാം ടേൺ അടിക്കുന്നുണ്ടോ? ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഈ റോഡ് മറ്റേ പൊതുമരാമത്തിന്റെ മറ്റേ ഇത് കരാറൊക്കെ എടുക്കുന്ന ഊരാളുങ്കിലെ പറ്റി പറഞ്ഞില്ലേനോ? ഓലിപ്പോ എന്താ പറയുന്നത്? തിരിച്ചു പറഞ്ഞില്ലേ? അതൊക്കെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലതാണെന്ന് ഈ സർക്കാരിന് തന്നെ അറിയാം. വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഊട്ടേനെ അടിച്ചുകൊണ്ടിരിക്കാന്ന്. അതെന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ വരുന്നതിലൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇനി ഇതുപോലെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത ഭരണം കിട്ടും. ഉണ്ടല്ലോ, ആരോപണങ്ങളുണ്ടല്ലോ. ഇപ്പൊ വയനാട്ടിൽ പരിപാടി വീടിന്റെ ഇതിൽ കിട്ടിയിട്ട് ഗവൺമെന്റ് വെറുതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എത്രയോ കോടിന്റെ ഒക്കെ ഒരു ഇതുമില്ലാണ്ടല്ലേ കൊടുത്തത്. അപ്പൊ അതൊക്കെ ഇതല്ലേ, ഇത് CPM കൊടുത്തതായിട്ടല്ലല്ലോ വരണ്ടേ. കോൺഗ്രസ് ആയാലും BJP ഭരണത്തിൽ വന്നാലും ആര് വന്നാലും കേരളത്തിൽ കഴിഞ്ഞ പോലത്തെ ഭരണം ഉണ്ടാകരുത്. കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച പോലെ ഉണ്ടാകാണ്ട് നല്ലൊരു ഭരണം കാഴ്ച വെക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു നാണയത്തിന് 2 വശങ്ങൾ തന്നെയാ, വേറെ ഒന്നല്ല. അതന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും, വേറെ എന്ത്. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, KSRTC വന്നിട്ട് ഇതാ പിന്നെ പ്രൈവറ്റ് ബസ് കംപ്ലീറ്റ് കട്ടപ്പുറത്താകാൻ പോവുക. അതാ അവസ്ഥ. ഞങ്ങൾക്കൊക്കെ കൂലി 10,000 രൂപ കിട്ടുന്നതിൻ്റെ അടുത്ത് 100-600 രൂപ കൂലി കിട്ടുന്നത്. അതാ അവസ്ഥ. ഇത് ഓരോന്നിനെ സ്ഥാനത്തിരിക്കുമ്പോഴല്ല അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ. അയാൾ കുറേ ഇതാക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഒക്കെ ഫാൾട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്ത് വളരെ ഫാൾട്ടല്ലേ KSRTCന്റെ ഒക്കെ ചെയ്ത്. മദ്യത്തിന് ഒരു വില കുറച്ചില്ലേ, വേറെ എന്തിനൊക്കെ ഒരു വില കൂട്ടല്ലേ ചെയ്യുന്നത്. നല്ല തീരുമാനമല്ലല്ലോ അത്. മദ്യം കുടിച്ചിട്ടല്ലേ ഓരോരുത്തരും വീട്ടിലെ പ്രശ്നങ്ങളും ഇതുമൊക്കെ ഉണ്ടാക്കുന്നത്. LDF ഭരിച്ച സമയത്തൊക്കെ ഇവര് പെൻഷൻ ഇതാക്കിയതും എല്ലാം LDF ആണ് റെഡിയാക്കി കൊണ്ടാകുന്നതൊക്കെ. കൂട്ടരുതെന്നാ പറയുന്നത്. എന്തിനാ കൂട്ടിയാ പിന്നെ കൂടുതലല്ലേ ചെയ്യാ, ഉപയോഗം കൂടും. ഇത് തീർത്ത് ഒഴിവാക്കാനാകെ ഞങ്ങൾക്ക് അത്രയും നല്ല. ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാലോ, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാ മക്കളും രക്ഷപ്പെടും. ചെറിയ കുട്ടികളൊക്കെ അത് കണ്ടല്ലേ പഠിക്കുന്നത്. കുറച്ചാള് കുട്ടികൾ പിന്നെ അധികം കുടിക്കൂ. കുറച്ചാള് തെട്ട് സ്വാമി കുട്ടികൾ കുടിച്ചിട്ട് വെറും കച്ചറ ഉണ്ടാക്കുന്നുണ്ട്, അടിക്ക് ചാകുന്നുണ്ട്, പല തരത്തിലുണ്ട്. അതായത് പ്രതികരിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും അതെടുത്തിന് അതന്നെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്കുള്ള ഈ സൗജന്യ യാത്രയുണ്ടല്ലോ, അത് ശരിക്കും കുട്ടികൾക്കായിരുന്നു വേണ്ടത്. ഇതിപ്പോ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ യാത്രകൾ ചെയ്യുന്നത് തീർത്തും അധികം ആൾക്കാരും ജോലിയുള്ള ആൾക്കാരാണ് കൂടുതലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതില്ല. ഏറി വന്നാൽ കുട്ടികൾക്ക് നല്ലൊരു, അതായത് സൗജന്യ യാത്ര ഏർപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ വീട്ടിലും കുട്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്, എന്തായാലും പുറത്തേക്ക് പോകുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും UDF സർക്കാർ ഭരണത്തിലേറിയതോടെ അന്ന് ആരോപിച്ച പല ആരോപണങ്ങളിലും ചെറിയ പിൻവാങ്ങൽ വന്നതായി ജനങ്ങൾക്കിടയിൽ തോന്നലുണ്ടാകുന്നുണ്ട്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ ഷാഫിക്കൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.